എല്ലാവർക്കും നമസ്കാരം. ഇമ്മള് ഹേർഡ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകളെല്ലാം വളരെയധികം കൗതുകത്തോടെ ഇത് എന്താണ് എന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. ചില ആളുകൾ വളരെ വൃത്തികെട്ട തെറിയൊക്കെ കൂട്ടിച്ചേർത്താണ് എന്നെ ചീത്ത വിളിച്ചത്. നിങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. ഇമ്മള് ഹേർഡ് എന്ന് പറഞ്ഞാല് ജേനുകുർബ എന്ന ഒരു ഗോത്രം, കാട്ടുനായ്ക്കൻ എന്നറിയപ്പെടുന്ന ജേനുകുർബ, തേൻ വേട്ട തങ്ങളുടെ അത് മാത്രമേ അറിയുള്ളൂ. ഹണ്ടിങ്ങും ഗ്യാതറിങ്ങും, വേട്ടയാടലും വനവിഭവങ്ങൾ ശേഖരിക്കലും മാത്രം അറിയുന്ന, കൃഷി പോലും സാങ്കേതികതയല്ലാത്ത ആ ഗോത്രത്തിന്റെ വിശ്വാസപ്രകാരം നമ്മുടെ കമ്മ്യൂണിറ്റി, ലോകം, നമ്മുടെ ഗോത്രം എന്ന് പറയുന്നത് മരിച്ചുപോയ പൂർവികാത്മാക്കളും ദേവതമാരും മനുഷ്യരും അടങ്ങിയ ഒരു ഗ്രൂപ്പാണ്. ആ ഒരു സംഘത്തിൽ എപ്പോഴും 7 ലോകങ്ങൾക്കപ്പുറത്ത്, 7 സമുദ്രങ്ങൾക്കപ്പുറത്ത്, 7 വാതിലുകൾ കടന്ന് ദൈവവും ഗോത്ര ദേവതകളും പൂർവികാത്മാക്കളായ ഹെത്തനും ഹെച്ചിയും എല്ലാം നമ്മളെ കാണാൻ വരും. നമുക്ക് അസുഖം വരുമ്പോൾ ഹാഡിക്ക ആടുത് എന്ന് പറഞ്ഞ ഒരു ചടങ്ങിലൂടെ നമ്മുടെ രോഗത്തെ മാറ്റിത്തരും. ആ ആത്മാക്കൾക്ക് സഞ്ചരിച്ച് ഈ ലോകത്ത് എത്തണം എന്നുണ്ടെങ്കിൽ വളരെ സൂതിങ്ങായി, നമുക്കിപ്പോ പലയിടത്തും പോകുമ്പോൾ AC ബസ് വേണം, സെക്കൻഡ് AC വേണം, ഫസ്റ്റ് ക്ലാസ് വേണം എന്നൊക്കെ നമ്മൾ ശടിക്കുന്നത് പോലെ ആത്മാക്കൾക്കും ഗോത്ര ദേവതകൾക്കും ഇമ്മള് ഹേളത് വേണം. ഒരു മനോഹരിയായ ജേനുകുർബ പെൺകുട്ടിയോ മുത്തശ്ശിയോ ആരെങ്കിലും ഈ ഗാനം പാടിയാൽ മാത്രമേ ആ ആത്മാക്കൾക്ക് ഈ ലോകത്ത് വന്ന് തൂളക്കാരന്റെ ആത്മാവിനെ ഇൻവോക്ക് ചെയ്യുന്ന ആ ഷാമന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ടാണ് ജേനുകുർബയുടെ ആ പാട്ടിന്റെ പേര് ഈ സെഷനിൽ ഇട്ടത്. നിങ്ങൾക്കറിയാം, ഗോത്ര സംഗീതം, ഗോത്ര ഗാനങ്ങൾ, വംശീയ സംഗീതം എന്നത് തുടങ്ങിയ അനവധി സംജ്ഞകളിൽ നമ്മൾ ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. എങ്ങനെയുണ്ടായി, എപ്പോഴുണ്ടായി എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ സംഗീതത്തിന്റെ ആദിമ രൂപങ്ങൾ, പ്രാഗ് രൂപങ്ങൾ ഗോത്ര സംഗീതത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. എനിക്ക് 2007 ഒരു കുട്ടിയുണ്ടായി, ഒരു പെൺകുട്ടി. അതിപ്പോ ഇവിടെ ഉണ്ടാവും. അപ്പൊ ആ കുട്ടി ഉണ്ടായപ്പോ ആ കുട്ടിക്ക് പേരിടുന്നതിന് മുന്നേ ഞാനിങ്ങനെ ആലോചിച്ചു, എന്നെ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ വിളിച്ച ഒരു പേരുണ്ട്. അതെന്താന്ന് വെച്ചാല് എന്നാണ്. അപ്പൊ അച്ഛൻ എന്നെ വിളിക്കുന്ന പേരാണ്. ആ ഒരു ശബ്ദം കേട്ടാ, വിസിൽ കേട്ടാ ഞാൻ അയ്യോ എന്നെ അച്ഛൻ വിളിക്കുന്ന പറഞ്ഞിട്ട് ഞാൻ ഓടിച്ചല്ലോ. അപ്പൊ ഞാൻ എൻ്റെ കുട്ടിക്കും അങ്ങനെ ഒരു പേരിട്ടുണ്ട് എന്നുള്ളൊരു പേര്. അപ്പൊ അത് വിളിച്ച് ആ കുട്ടി ഓടി വരും. പിന്നെ അടുത്ത കുട്ടി ഉണ്ടായി, അപ്പൊ അതിനും ഒരു പേരിട്ടു. ഇതാണ് ആ കുട്ടിയുടെ പേര്. അപ്പൊ ഞാനിങ്ങനെ വിളിക്കുന്ന കണ്ടിട്ട് മേഘാലയ പോയ സമയത്ത് അവിടെയുള്ള ഒരു ഗ്രാമത്തിലെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആദാൻ പ്രധാനമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ അവരിങ്ങോട്ട് വരും. ഒരു കോങ്തോങ് എന്ന് പറഞ്ഞൊരു വില്ലേജില്, നിങ്ങൾ എല്ലാവരും ഗൂഗിൾ ചെയ്ത് നോക്കണം, കോങ്തോങ് എന്ന് പറഞ്ഞിട്ടൊരു വില്ലേജ് ഉണ്ട്. ആ വില്ലേജില് ഏത് മനുഷ്യൻ ജനിച്ചാലും അപ്പൊ ഇതേപോലത്തെ പേരുണ്ടാവും. എന്താ നിങ്ങളുടെ പേര് എന്ന് ചോദിച്ചാൽ ഒരു പേര് പറയും, എന്തോ വരണ്ടി മാറോക്കു ഒക്കെ പറയും. എന്താണ് നിങ്ങളുടെ ലല്ലബി ID, താരാട്ട്, അതിന്റെ പേര് ജിങ്ക്രുവായി എന്നാണ്. ജിങ്ക്രുവായി ലോബി എന്നാണ് അതിന്റെ പേര്. ഓരോ പേരുകൾ നിങ്ങൾ ഗൂഗിളിൽ ചെയ്ത് നോക്കിയാൽ കോങ്തോങ് വില്ലേജ് കിഴക്കൻ ഖാസി കുന്നുകളിലുള്ള ഒരു ഇതാണ്. പുതിയ കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു ഈണം ജനിക്കുന്നു. ഒരാൾ മരിക്കുമ്പോൾ ആ ഈണം നഷ്ടപ്പെട്ട് പോകുന്നു. സംഭാഷണങ്ങൾക്കും സംവാദങ്ങൾക്കും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പൊ പിരാഹ എന്ന് പറയുന്ന ആമസോൺ ട്രൈബിനെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം ഗൂഗിളിൽ വായിക്കാൻ കഴിയും. നമ്പർ എന്താണെന്ന് അറിയില്ല ഈ കാലത്ത്, വേർഡ് എന്താണെന്ന് അറിയില്ല, പാസ്റ്റ് ടെൻസ് ഇല്ല അവരുടെ ഭാഷയില്, നിറങ്ങൾക്ക് പദമില്ല, പ്രാചീന കാലം, ഭൂതകാലം എന്താണ്, ഭാവി എന്താണ്, ഇങ്ങനത്തെ ഒരു സംശയങ്ങളും ഇല്ലാത്ത ആ ഭാഷയിൽ വളരെ ചെറിയ വവൽസ്, വളരെ ചെറിയ കൺസണൻസ്, ഏറ്റവും ലളിതമായ വ്യാകരണമുള്ള പിരാഹ ഗോത്രത്തിന്റെ ഇത് നിങ്ങൾ കേട്ടാൽ, ഭാഷ നിങ്ങൾ കേട്ടാൽ നിങ്ങൾ ഇവരുടെ പാട്ട് പാടുകയാണോ? വിസിലിങ്ങും ഹമ്മിങ്ങും സിംഗിങ്ങുമാണ് അവരുടെ ഭാഷ. ആ ഒരു ഭാഷയിൽ അവര് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പം ഡോൾഫിനുകളൊക്കെ പരസ്പരം പേരിട്ട് വിളിക്കും എന്നുള്ളത് നമ്മൾ
ഫ്രണ്ടിയേഴ്സ് ഇൻ മറൈൻ സയൻസിന്റെ ഒരു പുതിയ ലേഖനത്തിൽ വായിച്ചു. അപ്പൊ സംഗീതം എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു സാധനമാണ്. അത് വിനോദമാകാം, വിജ്ഞാനമാകാം, വിദ്യയാകാം, വിപണിയാകാം, വിപണനമാകാം, വിപ്ലവമാകാം. ഗോത്ര സംഗീതത്തിന്റെ മാനങ്ങൾ വളരെ വ്യത്യാസമാണ്. അപ്പൊ ഏത് ഗോത്രത്തിനും ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു ഈണം ജനിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ഇവിടെയുള്ള രണ്ടുപേരും, ചിക്കിമലനും മല്ലപ്പേട്ടനും, രണ്ടുപേരും റൗളർ എന്ന് പറയുന്ന ഗോത്രത്തില്, ഭരണഘടനാപരമായി അടിയർ എന്നറിയപ്പെടുന്ന റൗളർ ഗോത്രത്തിന്റെ അംഗങ്ങളാണ്. അവരുടെ ഒരു പാട്ട്, അവരുടെ താരാട്ടുപാട്ട് അറിയപ്പെടുന്നത് ഉറാക്ക് പാട്ട് എന്നാണ്. ഇപ്പം മന്നാന്റെ പാട്ടാണെങ്കിൽ അത് അറിയപ്പെടുന്നത് ഓരോരോ പാട്ടെന്നാണ്. താലാട്ട് പാട്ട്, പണിയരാണെങ്കിൽ ഉറാക്കിഞ്ച പാട്ട് എന്നാണ് പറയുന്നത്. മലപ്പുലയ കമ്മ്യൂണിറ്റി ആണെങ്കിൽ തൊട്ടിപ്പാട്ട് എന്നാണ് പറയുന്നത്. ഊരാളി ഗോത്രം പറയുന്നത് എന്താന്ന് വെച്ചാൽ വളരും പാട്ട്. രാത്രി ഈ പാട്ട് കേട്ടാലേ കുട്ടി ഇങ്ങനെ വളരുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം ഒരു റൗളറുടെ ഒരു ഉറാക്ക് പാട്ട് നമുക്ക് കേൾക്കാം. കൂടുതലായിട്ട് പാടുന്നില്ല, കുറച്ച് വരികൾ നമുക്ക് ആ ഉറാക്ക് പാട്ട് നമുക്ക് കേൾക്കാം. ഉറാക്ക് പാട്ട്. ഈ പാട്ടിനെ കുറിച്ച് മല്ലപ്പേട്ടൻ സംസാരിക്കും. അവിടെ ബഹുമാനപ്പെട്ട കോഴിക്കോട് അഭിമാനവും അറിവും വയനാട്ടിൽ ഗോത്ര സംസ്കാരത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നല്ലവരായ നാട്ടുകാരെ, വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നിങ്ങളുടെ തിരക്ക് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഇവിടെ വല്ല അത്ഭുതം സൃഷ്ടിക്കുമെന്ന്. അത്ഭുതമൊന്നുമില്ല. കാട്ടിലെ കാട്ടിന്റെ നടുക്ക് സംസ്കാരമോ വിദ്യാഭ്യാസമോ ലോകം പോലും കാണാതെ കിടന്ന കുറെ ഗോത്രവർഗത്തിന്റെ അതിനിടയിൽ നിന്ന് ഉയർന്നു വന്ന കുറച്ച് അറിവിന്റെ ആളുകൾ മാത്രം ഈ പൊതുരംഗങ്ങളിൽ പ്രവർത്തിച്ചു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞങ്ങളുടെ കാരണവരായിട്ടുള്ള BK കാളൻ എന്ന ആ മഹനീയ വ്യക്തി ആണ് ഈ നാട് കത്തിക എന്നുള്ള ഞങ്ങളുടെ കലയെ പറ്റി ലോകത്തിന്റെ മുമ്പിൽ അറിയിച്ചു. കാരണം ഈ കത്തിക എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ മാഡം സൂചിപ്പിച്ചു, ഞങ്ങളുടെ കുടുംബത്തിനോ മക്കൾക്കോ അന്ന് ആശുപത്രി ഇല്ല. ഞങ്ങൾ ചികിത്സിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ തന്നെയാ. പച്ചമരുന്ന് കൊടുക്കും, അതിന്റെ കൂടുതൽ കുറച്ച് അവരെ ബോധിപ്പിക്കാൻ വേണ്ടി മന്ത്രമൊക്കെ തരും. പിന്നെ തുടിയും മണിയും ഉപയോഗിച്ചുള്ള ഒരു രാത്രിത്തെ പാട്ടാണ് അത്. ഞങ്ങളുടെ ഓരോ കുലദൈവത്തെയും ആണ് ഞങ്ങളത് ആ പാട്ടിലൂടെ വിളിക്കുന്നത്. ഒരുപാട് ദൈവങ്ങളുണ്ട് ഞങ്ങൾക്ക്. ആൺദൈവവും പെൺദൈവമുണ്ട്. മാര്യമ്മയുണ്ട്, കരിങ്കാളിയുണ്ട്, കുട്ടിച്ചാതനുണ്ട്, ഗുളികനുണ്ട്, മലക്കാരിയുണ്ട്, ഞങ്ങളുടെ ജോഗി അച്ഛനുണ്ട്. അങ്ങനെ ഒരുപാട് ദൈവങ്ങളെ ഞങ്ങള് ഒരു രാത്രിയോട് പാടി പിന്നെ ഗോപരം കൊണ്ട് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അപ്പൊ ആ ഒരു വിശ്വാസമായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പൊ ഞങ്ങളുടെ പേരിൽ തന്നെ നിങ്ങൾ കണ്ടില്ല, മലൻ എന്ന് പറയുമ്പോ മഹാന്മാരായിട്ട് അത് ബലിശക്തിമാനെന്നല്ലേ മലന്റെ അർത്ഥം. പക്ഷേ ഞങ്ങൾ രണ്ട് പീഴട്ട് മനുഷ്യന്മാരല്ലേ, അവർ കിട്ടുന്ന പേരോ മലനുണ്ട്. പക്ഷേ അതിന്റെ പുറകിൽ വേറൊരു ചരിത്രമുണ്ട്. അന്ന് ദൈവത്തിന്റെ പേര് കൃഷ്ണനോ മോഹനോ അല്ലെങ്കിൽ ചന്ദ്രനോ സൂര്യനോ ഒന്നും പേര് വിളിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നമ്മുടെ ജനനം ആയിപ്പോയത്. ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് ഈ പേരിലൊന്നും നിങ്ങൾ വലിയ മകത്തൊന്നും കൽപ്പിക്കണ്ട. ഞാൻ സമയം കളഞ്ഞില്ല. നിങ്ങളുടെ ചെറിയ എളിയ രണ്ട് പാട്ടുകൾ പാടി ഞങ്ങൾ അവസാനിപ്പിക്കുന്നു.
റാംലരുടെ താരാട്ട് പാട്ടായ ഉറാക്ക് പാട്ടാണ്. ഇടയിലുണ്ട്. അങ്ങനെയുള്ള ഒരു ഒരു വെട്ടക്കുറുബ ഗോത്രത്തിന്റെ, അത് നീലഗിരിയിലുള്ള ഒരു ഗോത്ര വിഭാഗമാണ്. വെട്ടക്കുറുബയുടെ പാട്ട് ഇങ്ങനെയാണ്. ജോ 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 organ bokan gira porige badgar bandhad jo jo kire porage gira porige badgar bandhad jo jo ഇങ്ങനെ ആദ്യം പറയണ കൂമൻ വരും. ഇവര് പറഞ്ഞ എന്താണ്? കാളി വിരണാത്തി എന്ന് പറയുന്ന വൃദ്ധയായ സ്ത്രീ ദൈവത്തിന് ചാർത്തിയ പട്ട് നിനക്ക് കൊണ്ടുതരും, നീ ഉറങ്ങുക, അല്ലെങ്കിൽ നീ വാവാവോ ഉറങ്ങുക, നിനക്ക് ദൈവത്തിന് ചാർത്തിയ എണ്ണ കൊണ്ടുതരും, നീ ഉറങ്ങുക. അങ്ങനെ കുട്ടിയെ പലതും പറഞ്ഞ് പ്രീണിപ്പിച്ചുകൊണ്ടും പലത് പറഞ്ഞ് മോഹിപ്പിച്ചുകൊണ്ടുമാണ് ആദ്യത്തെ ഉറാക്ക് പാട്ട് വരുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പറയുന്നത് എന്താണ്? ബടകൻ എന്ന് പറയുന്ന വേറൊരു ഗോത്രം, അത് കുറച്ചുകൂടി ഇങ്ങനെ, അല്ലെങ്കിൽ കൊടുകറിന്റെ കയ്യിലൊക്കെ എപ്പോഴും കത്തി ഉണ്ടാവും. കുട്ടികൾക്ക് ഭയങ്കര ഭയമാണ് അവരുടെ വേഷവും കത്തിയും അമ്പും ഒക്കെ കാണുമ്പോൾ. അപ്പൊ അവര് വരും എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിയാണ് ഈ പാട്ടുകൾ പാടിക്കുന്നത്. പിന്നെയുള്ള ഒരു പാട്ട്, ആ പാട്ട് പാടുമ്പോൾ നിങ്ങൾക്ക് ഏതോ ഒരു സിനിമ പാട്ടിന്റെ ട്യൂൺ നിങ്ങൾക്ക് ഓർമ്മ വരാൻ സാധ്യതയുണ്ട്. അത് ഊരാളികളുടെ വളരുപാട്ടാണ്. ആരാരിരാരിരോ ആരിരാരോ പൊന്നും കുളന്തേ പൊന്മകനേ ഉള്ളങ്ങൾ കണ്ണാൽ പുറത്തു വിട്ടേ ചന്ദ്രൻ. നിങ്ങൾ ആ പാട്ട് കേട്ടിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു വാരിസ് എന്ന് പറഞ്ഞ സിനിമയിൽ അതേപോലെ ഒരു പാട്ടുണ്ട്. ആരാരിരാരിരോ കേൾക്കുതമ്മ തീരിൽ വന്നത് നിന്നുജമാ, അങ്ങനൊരു പാട്ടുണ്ട്, നിങ്ങൾ കേട്ടാ മനസ്സിലാവും. അതിൽ ഈ ഊരാളി പണ്ടേ പാടിയിരുന്ന പാട്ടാണ്. ഞാൻ 2005 പഠിച്ച പാട്ടാണ്. പക്ഷെ ഇപ്പം കഴിഞ്ഞ വർഷം അതിന്റെ മുന്നത്തെ വർഷത്തെയാണ് വാരിസ് പറഞ്ഞ സിനിമയില് ഈ താരാട്ട് പാട്ട് കാണുന്നത്. ഈ താരാട്ടില് നമ്മുടെ രാഷ്ട്രീയമല്ല
കാടുകളിലുള്ള പാട്ടുകളുടെ രാഷ്ട്രീയം എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. കാരണം പ്രത്യേകിച്ച് ഈ രാവുള എന്ന് പറയുന്ന ഗോത്രം 1978 അബോളിഷൻ ഓഫ് ബോണ്ടഡ് ലേബർ ആക്ട് വരുന്നത് വരെ കൗണ്ടരുടെയും ജൈനരുടെയും ചെട്ടിമാരുടെയും നായന്മാരുടെയും വയലുകളിൽ അടിമത്തൊഴിൽ ജോലി ചെയ്തിരുന്നവരാണ്. അപ്പൊ അവരുടെ മറ്റ് താരാട്ടുകളിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് അവരുടെ താരാട്ടില് എന്തൊക്കെയാണ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, അച്ഛനോടും അമ്മയോടും ആ താരാട്ടിനെ കുറിച്ച് പറയുന്നത് സിബ്ലിങ്സ് ആണ്, സഹോദരരാണ്. എന്താ പറയുന്നത്? ചേച്ചിയാണ് പാട്ട് പാടുന്നത്. അമ്മ അമ്മ പുള്ളി തുലാത്ത് പയിച്ച് കരയിഞ്ച മുലേക്ക് ബേമ്പ. കുട്ടി ഇതാ വിശന്ന് കരയുന്ന, മുല കൊടുക്കാൻ അമ്മ പെട്ടെന്ന് വരും. അപ്പൊ അവിടുന്ന് താരാട്ടിന്റെ മറുപടി ഉണ്ട്. തമ്പുരാൻ പണി നിർത്തിയാൽ ബെല്ലി തരില്ല. ബെല്ലി എന്ന് പറഞ്ഞാൽ നെല്ലാണ് കൂലിയായിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് പിള്ള കിരഞ്ചോട്ടെ, കുട്ടി കരഞ്ഞോട്ടെ. അപ്പൊ പിന്നെയും ഓരോ താരാട്ടിന്റെ ഓരോ ഘട്ടം കഴിയുമ്പോഴും കുട്ടി നടുവിറച്ചു, വായിലെ വെള്ളം വറ്റി, തീരെ വയ്യാതായി അവശയായിട്ട് കിടക്കുകയാണ്. പിന്നെ കുട്ടിയോട് പറയണം, നിന്നെ വിളിച്ചിട്ട് വരാത്ത അമ്മയെ നമുക്ക് അപ്പൻ വന്ന് തല്ലിക്കണം. അത് അവിടെയുണ്ട് അങ്ങനത്തെ ഒരു പൊളിറ്റിക്സ്. മുല കൊടുക്കാത്ത പെണ്ണിനെ തല്ലി ശരിയാക്കണമെന്ന് മറ്റേ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇതിന്റെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് വളരെ എന്താ പറയാ, അവരുടെ സാമൂഹ്യ ജീവിതവും അവരുടെ ഉപജീവനവും ലൈവ്ലിഹുഡുമായും എല്ലാം ബന്ധപ്പെട്ടിട്ടുള്ള താരാട്ടുപാട്ടുകളാണ് വരുന്നത്. വേറൊരു കമ്മ്യൂണിറ്റിയുടെ താരാട്ടുപാട്ട് ഇങ്ങനെയാണ്: ജോ 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 എന്ത കൂത്തായി നീ അള്ളുപോടാ, എന്ത കൂപ്പേണി നീ അള്ളുപോടാ, അമ്മുന ബോവൻ പുട്ട് ബോബൻ ബോബാ, അമ്പിലി ബോവോ മൊട്ട ബമ്പം ബോവാ. കുട്ടി നിനക്ക് മൊട്ട ബലൂണൊക്കെ കൊണ്ടുതരും. അമ്മുൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന മാതിരി അമ്മയല്ല. അവരുടെ ഭാഷയിൽ അമ്മുൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെയുള്ള വളരെ രസകരമായ പാട്ടുകൾ. ഇപ്പൊ രോരോരോരോരോ എന്നുള്ള താരാട്ട് പാട്ടുണ്ട്, തന്നന്നെ നാനേ നാനേ പറഞ്ഞ പാട്ടുണ്ട്, ആരാരിരാരിലോ എന്നുള്ള വായ്ത്താരി ഉണ്ട്, പിന്നെ ജോ 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 എന്നുള്ള വായ്ത്താരി ഉണ്ട്, ജൊബാലെ 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 എന്നുള്ള വായ്ത്താരി ഉണ്ട്, ബാവോം 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 റാങ്കു റാങ്കു പുള്ളേ റാങ്കു റാങ്കു പുള്ളേ, അങ്ങനത്തെ വായ്ത്താരി ഉണ്ട്, അങ്ങനത്തെ വളരെ വ്യത്യസ്തമായ, നമുക്ക് ആകെ നല്ലേ ഉള്ളൂ. എൻ്റെ അമ്മയൊക്കെ അങ്ങനെ പാടുന്നത് എന്നുള്ളത്. അപ്പൊ താരാട്ടിന് അങ്ങനെ വ്യത്യസ്തമായ രാഷ്ട്രീയവും വ്യത്യസ്തമായ വായ്ത്താരികളും വൈവിധ്യവുമുള്ള താരാട്ടുകളാണ്. അപ്പം ഇനി പിന്നെ ഒരു കാത് കുത്തുമ്പോഴുള്ള ഒരു പാട്ട്, നിങ്ങൾ എല്ലാവരും ആ പാട്ട് കേട്ടിട്ടുണ്ടാവും. ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുള്ള നമ്മുടെ ബേബി മാഷിന്റെ നാട് ഗദ്ദിക എന്ന് പറയുന്ന നാടകവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മൾ ആ പാട്ട് കേട്ടിട്ടുണ്ടാവും. രാസയ്യാരോ എന്നുള്ള പാട്ടാണ് അത്. നമ്മൾക്ക് ജേനുകുർബ ട്രൈബിന്റെ തോട്ടിപ്പാട്ടാണ്. തോട്ടിപ്പാട്ട് പറഞ്ഞാൽ അവരിങ്ങനെ കൈ ഇങ്ങനെ ചൊട്ടിക്കൊണ്ടാണ് പതന എന്നാണ് പാട്ടിന് പറയുന്നത്. അപ്പൊ കാതുകുത്ത് പാട്ട് രാസയ്യാരോ പാടുന്നത് മണിയും ബിന്ദു. സുന്ദര രാജഭൂമാലത ഇന്ദിനുള്ളോ നരകമുള്ളോ സൈസംഭവ നരകിത, ഇന്ദിനുള്ളോ നരകമുള്ളോ സൈസംഭവ നരകിത, കുട്ടല കൊളത്തു തിരികെ നാടലീല ലീലംബ
രൈസുന്ദര രാജപൂമാലത. അതായത് ഒരു കുട്ടിയെ തൊട്ടിൽ കിടത്തിയിട്ട് അല്ലെങ്കിൽ ഒരു രാജകുമാരൻ ഇതാ തൊട്ടിൽ കിടക്കുന്നു. പൂമാലത, പാ എന്ന അക്ഷരം ജേനുകുറുബ ഭാഷയിലില്ല, ഹായും ആയും ഒക്കെ ഉള്ളൂ. അപ്പം ഇമ്പിമുള്ള് നാരകമുള്ള് അത് കൊണ്ടുവന്ന് കഴിഞ്ഞാല് നിന്റെ കാത് കുത്താൻ വേണ്ടിയിട്ട്, കാത് കുത്തുന്നത് ഇമ്പിമുള്ളിന്റെ അറ്റത്ത് കാട്ടിലെ പച്ചമഞ്ഞളും പിന്നെ ഉപ്പുനീരും ആക്കിയിട്ട് ഉണക്കി വെച്ചിട്ട് അതുകൊണ്ട് കുത്തും. അതിനുശേഷം അത് പൊട്ടിച്ച് കളയും. എന്നിട്ട് ആ ഇമ്പിമുള്ളും കാരമുള്ളും തന്നെയാണ് ചെവി കിടക്കുക. അപ്പൊ ഇങ്ങനെ കാത് കുത്തുമ്പോൾ മാത്രമല്ല, പച്ച കുത്തുമ്പം പാട്ടുണ്ട്. ഈ തെലങ്കാനയിലെ ഒരു ഗോത്രത്തിന്റെ പച്ച കുത്തുന്നതിന്റെ ഒരു പാട്ടുണ്ട്. പക്ഷെ അത് ഒറിജിനൽ വരികൾ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അത് നമ്മൾ ഒരു സിനിമകളിലൊക്കെ ധാരാളമായിട്ട് ആ പാട്ടുകൾ പച്ച കുത്തുമ്പോൾ പാടും. കൊയ്യാവും ആ പാട്ട് നിങ്ങൾ നന്നായിട്ട് കേട്ടിട്ടുണ്ടോ? കൊമ്മ സാത്തൂണ പാടേ കുയിൽ, അതായത് കുയിൽ വരുന്നു. ജേനുകുറുബ ഗോത്രത്തിന്റെയും പച്ചകുത്തു പാട്ടാണെങ്കിലും കാതുകുത്തു പാട്ടാണെങ്കിലും ഏത് പാട്ടുകളാണ് എങ്കിലും ആ പാട്ട് പാടിക്കഴിഞ്ഞാൽ ആ പാട്ടിന് വേദനയെ ഇല്ലാതാക്കാൻ കഴിയും എന്നതാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് പച്ച കുത്തുമ്പോഴും കാത് കുത്തുമ്പോഴും മെല്ലെ പാട്ട് പാടി പാട്ടിന്റെ താളത്തിൽ ലയിച്ച് ഇരിക്കുമ്പോൾ നമുക്ക് ഈ പാട്ട് പാടുന്നത്. അപ്പം അതുപോലെ രാവണരുടെ വയസ്സറിയിക്കുന്ന കല്യാണത്തിന് ഒരുപാട് പാട്ടുകൾ പാടാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പാട്ടാണ് സോപാന പാട്ട് എന്ന് പറയുന്നത്. സോപാനപ്പെട്ട രാവണരുടെ വയസ്സറിയിക്കൽ. ഇപ്പൊ നമ്മള് ഷാമിയാന എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ്, ഇങ്ങനൊരു ഷാമിയാനയ്ക്ക് മലയാളം ചോദിച്ചാൽ നമുക്ക് ഒരു മലയാള വാക്കില്ല. നമ്മൾ കണ്ടിട്ടുണ്ട് കല്യാണത്തിനൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് വധുവിനെയും വരനെയൊക്കെ കൊണ്ടുവരുന്നു. പക്ഷെ ഈ രാവുള ഗോത്രത്തിന്റെ ഇടയിൽ പാവാട കുടിക്കത് എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങാണ്. അതായത് 4 കോലിലും ഇതിലും പിടിച്ചിട്ട് മേലാപ്പ് പിടിച്ചിട്ട് വധുവിനെ ആണെങ്കിലും വയസ്സറിയിച്ച പെൺകുട്ടിയെ ആണെങ്കിലും കൊണ്ടുപോകുന്ന ചടങ്ങ്. അപ്പോഴും ഭയങ്കരമായി പാട്ട് പാടും. അതിന് സോപാന പാട്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ മഞ്ചൾ കല്യാണം എന്നറിയപ്പെടുന്ന പ്രായപൂർത്തി ചടങ്ങിനുള്ള ഒരു പാട്ട് മല്ലപ്പേട്ടനും ചിറ്റിമല്ലേട്ടനും പാടും, സോപാന പാട്ട്. ജമാഅത്തി മാമരുടെ പൊളിച്ച് പാണ്ടേ അതുപോലെ തന്നെ ജേനുകുറുബർ, കാട്ടുനായിക്ക ഗോത്രത്തിന് 3 വിഭാഗമുണ്ട്. പതികുറുബര്, ജേനുകുറുബര്, മലകുറുബര്. ഇവർക്ക് 3 പേർക്കും വ്യത്യസ്തമായ പാട്ടുണ്ട്.
ഒരു സോപാന പാട്ട് ഞാൻ പഠിച്ചത് മലകുറുമ്പരുടെ കയ്യിലാണ്. കുറച്ച് വ്യത്യാസമുണ്ട് താളത്തിലും ട്യൂണിലും. പക്ഷെ അതേ പാട്ടിനെ ഇവർ ജേനുകുറുമ്പർ പാടുന്നത് വേറെ രീതിയിലാണ്. ഇപ്പൊ ഒരു പാട്ട് ഇങ്ങനെയാണ്: ഹിണ്ടുകേ ഹിണ്ടുകേ ഹിർസീന കുങ്കുമ ജനഗോഗേ ഹിക്സലിഗേ സോപാന. ഇതാണ് ഈ മലകുറുമ്പരുടെ ഒരു സോപാനമായിട്ട് ഞാൻ കേട്ടിട്ടില്ലേ. നിങ്ങൾ അതേ പാട്ടിനെ പാടൂലേ? അതൊന്ന് പാടൂ. രണ്ടിനെ ಹೆಣ್ಣಿಗೆ ಅರಿಶಿನ ಕುಂಕುಮ ಶೋಭಾನ കുറച്ച് വ്യത്യാസമുണ്ട്, വലിയ വ്യത്യാസമില്ല. ഈ ജേനുകുറുമ്പർക്ക് ഇത് കൂടാതെ പലതരത്തിലുള്ള പാട്ടുകളുണ്ട്. തോട്ടിയാട്ട പാട്ട് കഴിഞ്ഞിട്ട് പിന്നെ കെട്ടിയാട്ട. വിഷു ഹബ്ബ വരുന്നതിന് മുമ്പ് നിറച്ച് പൂക്കളൊക്കെ ചൂണ്ടിയിട്ട് വിഷു ഹബ്ബയ്ക്ക് ഭയങ്കര ആഹ്ലാദത്തിലുള്ള കുറെ കോലടിച്ചിട്ട്, കെട്ടി എന്ന് പറഞ്ഞാൽ കോലാണ്, കെട്ടി ഇങ്ങനെ അടിച്ചുകൊണ്ടുള്ള പലതരത്തിലുള്ള പാട്ടുകളുണ്ട്. ഏതെങ്കിലും കെട്ടിയാട്ട പാട്ട് അറിയോ? ആടുന്നത് ഇടയുള്ളതാ പറയുന്നത്. അതിന്റെ 2 വരികൾ ഞാൻ പാടാം. ആണുങ്ങൾക്കാണ് അറിയുന്നതെന്നാണ്. ഞാൻ പിന്നെ ആണുങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് പാട്ട് പഠിച്ചതാണ്. കണ്ടു മക്കളെ കൊളല് കേഴുതോ കൊളല് കേഴുതോ ജോഡുമാറ കട്ടണോ ജോഡുമാറ കട്ടണോ തോണ്ടി തട്ടോ ഞാനല്ല പാടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ನನಗೊಂದು ಕೊಯ್ದುತ್ತ ಎನ್ ಮಗನೇ ರಾರಾಂಬಿ ಹೂ ಕೊಯ್ಯಬೇಡ ಅಣ್ಣಣ್ಣ ನನಗೊಂದು ಅಣವೇ ಮುರುತೂತ ಎನ್ ಮಗನೇ ಯಾರಾಂಬಿ ಅಣವೇ ಮುರಿಯಬೇಡ ಅಪ್ಪಪ್ಪ ನನಗೊಂದು ಜೇನ್ ಕುಯ್ದುತ್ತ ಎನ್ ಮಗನೇ ಯಾರಾಂಬಿ ಜೇನ್ ಕುಯ್ಯಬೇಡ. ഞാൻ ഈ പാട്ട് അധികം കേട്ടിട്ടില്ല. ഈ പാട്ട് പിന്നെ ജേനു എന്ന് പറഞ്ഞ തേനാണ്. തേൻ അപ്പപ്പ അത് തേൻ എടുത്ത് കൊണ്ടുപോവാ. അപ്പൊ ആ മകനെ ഞാൻ തേൻ എടുത്ത് കൊണ്ടുവരാം, പൂ കൊയ്ത് താ, പൂ പറിച്ച് താ, അതും ചെയ്തു തരാം എന്നാണ് പറയുന്നത്. ആ വരികൾ എനിക്ക് ശരിക്കും അറിയില്ല. പിന്നെ വേറൊരു പാട്ട് എന്ന് പറയുന്നത് ബൊയ്ഗവൻ പാട്ട് അല്ലേ, അറിയില്ലേ? ബൊയ്ഗവൻ പാട്ട്, ബൊയ്ഗവൻ ആട്ടം പണ്ട് കാലത്ത് പിന്നെ ഇവരുടെ വിവാഹത്തിന് ഉണ്ടായിരുന്ന പാട്ടാണ് ബൊയ്ഗവൻ പാട്ട്. റാവുളരുടെ വിവാഹത്തിന്. റാവുള ഗോത്രം ഒരു മാതൃദായക ഗോത്രമാണ്. 2005 ഞാൻ ജോലിയിലൊക്കെ ചേർന്ന സമയത്ത് ഒരു കുട്ടി വന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് 5000 രൂപ കടം തരുന്നു. ഞാൻ ചോദിച്ചു എന്തിനാ? എനിക്ക് കല്യാണം കഴിക്കാനാണ്. കാരണം പെൺപണം കൊടുത്താൽ മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല മാരേജ് ബൈ സർവീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പെണ്ണിന് ചെക്കനൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പെണ്ണിന്റെ വീട്ടിൽ പോയിട്ട് മരം വെട്ടില്ലേ, മരമൊക്കെ മല്ലേട്ടൻ എങ്ങനെ ചെയ്തിട്ടുണ്ടോ? മല്ലേട്ടന്റെ ഭാര്യനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അവര് വീട്ടിൽ പോയി മരമൊക്കെ കൊത്തി തലയിലൊക്കെ ചുമടായി വെച്ച് ഒരുപാട് മരം കൊണ്ടു കൊടുത്തു. അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ ചെയ്തതിന് ശേഷം മാത്രമേ പെണ്ണിനെ കിട്ടുള്ളൂ. സർവീസ് ബൈ മാരേജ് എന്ന് പറയുന്നത്. അപ്പം ഇവരുടെ കല്യാണത്തിന്റെ സമയത്ത് സ്ത്രീകളിലൂടെയാണ് കുടുംബം നീങ്ങുന്നത്, സ്ത്രീകളിലൂടെയാണ് കുലം ക്ലാൻ നീങ്ങുന്നത്, സ്ത്രീകളിലൂടെയാണ് ഫ്രാറ്ററി നീങ്ങുന്നത്. എന്തിനും അവകാശം, കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ പെണ്ണിന്റെ അവകാശമാണ്, പെണ്ണിന്റെ കുടുംബത്തിലെയാണ് കുട്ടി. അപ്പൊ എന്തായാലും അന്ന് ഉണ്ടായിരുന്ന ബൊയ്ഗവൻ പാട്ട് എന്ന് പറഞ്ഞിട്ട് ഉള്ള പാട്ടാണ് അത് രണ്ടുപേരും പാടി.
കല്യാണത്തിന്റെ ദിവസം ആ ചെറുക്കനും പെണ്ണും അവരൊക്കെ മാലയിട്ട് ഒരു പായ നിർത്തിയിട്ട് അതിന് മുമ്പിൽ ഞങ്ങളിൽപ്പെട്ട ഒരു മൂത്ത കാരണവരാണ് ഈ പാട്ട് പാടി അവതരിപ്പിക്കുന്നത്. അതിൻ്റെ ചടങ്ങ് ആണ് ഇപ്പോൾ ഇവിടെ പാടാൻ പോകുന്നത്. ഇത് അവരെ കളിയാക്കി കൊണ്ടുള്ളൊരു പാട്ടാണ്, പെണ്ണിനെയും ചെക്കനെയും കൊണ്ട്. കാരണം പഴയ കാലത്ത് അങ്ങനെ ഒരു ചടങ്ങായിരുന്നു. ഒരു കെട്ട് വിറക് കൊണ്ടുപോകണം, പിന്നെ ഒരു പുറം നെല്ല് കൊണ്ടുപോകണം. ഒരു 6 മാസക്കാലത്തോളം ആ വീട്ടിലേക്ക് മുഴുവനും നെല്ലും വിറകൊക്കെ ചുമന്നതാണ്. എൻ്റെ കല്യാണത്തിൽ അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കൈവിട്ട് പോകാതെ കാത്തു സൂക്ഷിക്കുകയാണ്. അതിപ്പോൾ പൂർണ്ണമായിട്ടില്ലെങ്കിലും കുറച്ച് വരികൾ നിങ്ങളുടെ പാടാം. അപ്പൊ വെറ്റിലക്കെട്ടൊക്കെ തരാനൊക്കെ പറയുന്നുണ്ട്. എന്താണെന്ന് പ്രത്യേകിച്ച് എനിക്ക് അറിയില്ല, ഞാനത് അധികം കേട്ടിട്ടില്ല. അപ്പൊ ഇവരുടെ ജേനകുറുബരുടെ വയസ്സറിയിക്കുന്ന ചടങ്ങിന് നർദ്ദമൊദ്ദേ എന്നാണ് പറയുന്നത്. അപ്പൊ നർദ്ദമൊദ്ദേ ഒരു പെൺകുട്ടി വയസ്സ് അറിയിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവളുടെ അമ്മ ഗോത്രത്തിന്റെ തലവനായിട്ടുള്ള മതതലവനാണ്. ഈ ഗോത്രത്തിന് ക്ലാൻ ഇല്ല, ഫ്രാറ്ററി ഇല്ല, ജോഗ്രഫിക്കൽ ഡിവിഷൻ പോലും കൃത്യമായ രീതിയിൽ നിർവചിച്ചിട്ടില്ല. അപ്പൊ മൊതലി എന്ന് പറയുന്ന റിലീജിയസ് തലവൻ, മതതലവന്റെ ഭാര്യയായ മൊതലി ഇൻഡ്രുവിനോടാണ്, ഹിന്ദു അല്ല കേട്ടോ, ഇൻഡ്രു, മൊതലി ഇൻഡ്രുവിനോടാണ് നമ്മൾ വയസ്സറിയിച്ചു എന്നുള്ള വിവരം പറയുന്നത്. ഇത് അങ്ങനെ അറിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ഗുഡറ കെട്ടും, ഗുഡമനെ, അതായത് ഒരു കിളിയുടെ കൂട് പോലെയുള്ള ഒരു മുള വെച്ചിട്ടും ഇലകൾ വെച്ചിട്ടും പുല്ലുകളൊക്കെ വെച്ചിട്ടും കെട്ടും. നിങ്ങൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പൊ ഗുഡമന, ഗുഡറ, ഗുമ്മനെ എന്നൊക്കെയുള്ള പല പേരുകളിൽ ഉണ്ട്. അപ്പൊ ഈ വയസ്സറിയിച്ചു കഴിഞ്ഞാൽ ജോഡ് മറ എന്ന് പറയുന്ന വലിയൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. ജോഡ് മറ മരം കൊണ്ട് ഉണ്ടാക്കുന്നതാ. അത് കൊട്ടിക്കൊണ്ട് നൃത്തം ഒരു സൈഡിൽ നടക്കുന്നുണ്ടാവും. വേറൊരു വശത്ത് സോപാനപ്പാട്ട് പാടുന്നവരുണ്ടാവും. വേറൊരു സ്ഥലത്ത് തോട്ടി തട്ടുന്ന പാട്ട് ഉണ്ടാവും. അപ്പം കല്യാണത്തിന് മൊദ്ദേ എന്നാണ് പറയുന്നത്. ഈ മൊദ്ദേക്കും ഇങ്ങനെ തന്നെയാണ്, തലയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഒരു പാട്ട് പാടും. ആ പാട്ട് ഒരു പാട്ട് പാടും. ಚಕರಲ ಗಂಡು ಮಾಕಾಯಿ ಚಕರದು ಯಾಕ ಒಂದೆ ದಂಬಕೋ ದಂಬಕ ಮೇಲೆ ಯಾಕ ಒಂದೆ ಚಕರಲ
ദമ്പകോ ദമ്പകോ ദമ്പക മേലെ യാക്ക വന്ദേ അജകരല ഗണ്ഡമാകാരെ ചകരഗ് യാക്ക വന്ദേ ദമ്പകോ ദമ്പകോ ദമ്പക മേലെ യാക്ക വന്ദേ. ഗദ്ദികയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഗദ്ദിക എന്ന് പറയുന്നത് ഒരു ശാമനികമായ ചടങ്ങാണ്. നമുക്ക് രോഗം വന്നു കഴിയുമ്പോൾ അതീന്ദ്രിയ ലോകത്ത് നിന്നുള്ള അച്ചരലെ ഇത്തി എന്ന് പറയുന്ന പൂർവികാത്മാക്കളോ അല്ലെങ്കിൽ ദൈവങ്ങളോ, പലതരത്തിലുള്ള ദൈവങ്ങളുണ്ട്. നഞ്ചപ്പൻ, പശുവപ്പൻ, മല്ലപ്പൻ, വെള്ളൂരമ്മ, ശുവാനി, മലക്കാരി, പൂക്കാരി, മകത്തേയൻ, ജോഗിയച്ഛൻ. പിന്നെ ഇത് കൂടാതെ പേയ്പാട്ടുകളുണ്ട്. പ്രേതങ്ങളുടെ പാട്ടുകൾ. അപ്പൊ പേയ്കൾ ഏതൊക്കെയാണ്? മണവാളൻ പേ ഉണ്ട്, കുറിച്ചിപ്പേ ഉണ്ട്, പന്തികളൂരമ്മയും അതായത് മൃഗങ്ങൾക്ക് പോലും പൂർവികനും ദൈവവും പ്രേതവും ഉണ്ട്. ചുടലപ്പേയുണ്ട്, പണിപ്പേയുണ്ട്, കുറുമപ്പേയുണ്ട്. അപ്പം ഈ രോഗം വന്നു കഴിഞ്ഞാൽ 3 തരം ഗദ്ദികകൾ. ആദ്യം ഒരു സാധാരണ ഗദ്ദിക നടത്തും. അതിനുശേഷം ഈ രോഗം മാറി എന്ന് മനസ്സിലായാൽ ദൈവത്തിന് തിരിച്ച് നൽകുന്ന ഒരു പൂജാ ഗദ്ദിക നടത്തും. പിന്നെ നാട്ടിലുള്ള രോഗങ്ങളെല്ലാം മാറ്റൽ, പ്രത്യേകിച്ച് മാരി നീക്കൽ, വസൂരി പോലെയുള്ള ഇതെല്ലാം ഒരു ക്ലെൻസിങ് പ്രോസസ്. നമ്മുടെ എവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ശീവോതി മക്കളും പൊട്ടി മക്കളും പോകുന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു ക്ലെൻസിങ് ഒരു പ്രക്രിയയാണ് നാടുഗദ്ദികയിൽ നടക്കുന്നത്. അപ്പൊ ഇതിനെല്ലാം ഇവരെന്താ ചെയ്യാന്ന് വെച്ചാല് ദൈവങ്ങളെ ഈ ലോകത്തേക്ക് പാട്ടുപാടി വിളിച്ചുകൊണ്ടുവരും. അപ്പം ജോഗിയച്ഛൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ദൈവമാണ് ജോഗിയച്ഛൻ. ജോഗിയച്ഛൻ വയനാട്ടിലെ പക്ഷി പാതാളത്തിലാണ് ജനിച്ചത് എന്നാണ് കഥ. ജോഗിയച്ഛൻ, ജോഗി, യോഗി, നമ്മുടെ ഈ മുരുകൻ ഹിന്ദു ദൈവങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നാണ് ഞാൻ പറയാറ്. പക്ഷെ ഈ പുതിയ ആവേദകരൊക്കെ ചിലപ്പം ഹിന്ദു ദൈവങ്ങളുമായിട്ടുള്ള സാമ്യതകളൊക്കെ കാണിക്കാറുണ്ട്. അപ്പം ഈ ആണ്ടി പണ്ടാരങ്ങളെയൊക്കെ പോലെയുള്ള, മുരുകന്റെ ആണ്ടി പണ്ടാരങ്ങളെയൊക്കെ പോലെയുള്ള ഒരു ദൈവമാണ് ജോഗി, യോഗി എന്നൊക്കെ പറയുന്ന അദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ഫുൾ വീട് മുഴുവൻ ചെമ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. വയനാട്ടിലെ പക്ഷി പാതാളത്തിൽ ജനിച്ച് മുപ്പരിങ്ങനെ നിൽക്കാം. മുപ്പര് കുണ്ടനാണ്, അതായത് കാലിങ്ങനെ വളഞ്ഞിട്ടുള്ള ആളാണ്, കുരുടനാണ്, പകുതി കണ്ണേ കാണുള്ളൂ. കഴുത്തിൽ ഉദിരശി മുത്തിന്റെ, രുദ്രാക്ഷ മുത്തിന്റെ മാല ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ കയ്യിൽ ചൂലുണ്ട്, മുറമുണ്ട്. അപ്പൊ ജോഗിയച്ഛനെ ഇൻവോക്ക് ചെയ്യുന്ന അതിന് ജോഗിയച്ഛനെ സുഖിപ്പിച്ചുകൊണ്ട്, ജോഗിയച്ഛന്റെ ജനനം മുതൽ ജോഗിയച്ഛന്റെ പ്രത്യേകതകളെല്ലാം പാടിക്കൊണ്ടുള്ള ഒരു പാട്ടാണ്. അതിന്റെ ഒരു ജോഗിയച്ഛൻ്റെ ഒരു 4 വരി പാടാമോ? ജോഗി ജോഗി ಮುಡಿ ಮಾಡತಿಯೋ ಜೊಂಬಾಚೆ ಧೋಳಕ್ಷಣ ತಾಂಡ ಪರ್ವಾಯ ಪಡೆಯೊಪ್ಪಯೋ ಚೆಂಬುಜಾಯೇ ಚೆಂಬು ಸರಿ ಮುಡಿ ಮಾಡಮ ನೋಕಿನದಯ ಬೈದಿನ ಬೈಯೊಪ್ಪಯೋ ಚೆಂಬುಜಾಯೇ ಉದೇ ಚೊಲು ಉದೇ ಒಪ್ಪಯೋ ಚೆಂಬುಜಾಯ ತಿನ್ನ ಪೂಜೆ ಮಾಡ್ತೆ ಚೆಂಬುಜಾಯೇ ಅಟ್ಟು ತಿನ್ನ ಪೂಜೆ ಮಾಡ್ತಲ್ಲ ಚೆಂಬುಜಾಯ ಜೋಗಿ ಪಂಡೋನವ್ವ ಜೋಗಿ ಅಲ್ಲ ಜೋಗಿ ಪಂಡೋನ ಹೆಜ್ಜೆ ನೆಲವೇನೋ ಜೋಗಿ ಯಾರೋ
കുറുടെ ജോഗിയെ ജോഗിയാളില്ല ജോഗി കൊണ്ടോനെ ജോഗിയെ കണ്ണടിന്നു ചക്കി ജോഗിയാളോ പേടിക്കൊണ്ടാണോ ജോഗിയെ ഒരു കൈ മേലവ ജോഗിയാളോ ജോഗി കൊണ്ടോനെ ജോഗിയെ ജോഗിയെ കുറിച്ച് വർണ്ണിച്ചാലും തീരുള്ള നാട് രാവിലെ വരെ വർണ്ണിക്കും. ഞങ്ങൾ അതുകൊണ്ട് കുറച്ച് ചുരുക്കിയതാണ്. പിന്നെ പണിയ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയുടെ ഇടയിലുള്ള ഒരു പാട്ടുണ്ട്. അത് വളരെ വളരെ പ്രശസ്തമായിട്ടുള്ള പാട്ടാണ്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? അത് ഇങ്ങനെയാണ്, ചിരിക്കരുത്, ആരും ചിരിക്കരുത്, എന്നെ കളിയാക്കരുത്. നല്ല നല്ല മുട്ടമാരി കണ്ണു വെച്ചൂളേ, ചെമ്മരത്തി പൂക്കോളെ കോർത്തു വെച്ചൂളേ, മഞ്ഞുമല പെയ്യോ ചില്ലു നിരെ ചോയിച്ചോ കണ്ണ് പൊത്ത് ഓടുക കുയല കൊല്ലിപ്പഴ ഓടുക തിണ്ടാക്കു ഓടുത്തുട്ട നാറാങ്കെ അച്ചാറിട്ട നാറാങ്കെ യാ വളരെ കൂവലും സന്തോഷം, പിന്നെ ഡാൻസ്. ഒരു രണ്ടുപേര് കല്യാണം കഴിക്കുന്നത് കണ്ട ഭയങ്കര അടിപൊളിയായിട്ട് അലറിയിട്ടൊക്കെയാണ് പാട്ട് പാടാം. അങ്ങനെ പലതരത്തിലുള്ള വിചിത്ര ശബ്ദങ്ങള്, സ്വരങ്ങള് ഇതെല്ലാം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പാട്ടാണ്. ഇപ്പൊ നിങ്ങൾ ഇതിൽ കണ്ടിട്ടുണ്ടോ, 2 മില്യൺ വ്യൂസ് ആണ് നമ്മുടെ ജേനു കുറുബരുടെ ഒരു പാട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തത് എന്നുള്ളത്. ആ പാട്ട് ഇങ്ങനെയാണ്: കടല് മലല തൊട്ടില് കെട്ടി ഹരേ ഹമ്പല് ഉയല് കാട്ടി മുത്ത് കടല് മുത്ത് കെട്ടി സേപ്പ് കടല് സേപ്പ് കെട്ടി കുളി നീരിന് കുളിച്ചിരോ കുളി നീരിന് കുളിച്ചിരോ നേരോ ചടച്ചിരോ സകടോ സൊട്ടെ. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ആ പാട്ടൊക്കെ അതൊക്കെ ഇപ്പൊ ഇങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് നല്ല രസകരമായ ജോഡുമറയും ഇതൊക്കെ തൊട്ടുകൊണ്ടുള്ള പാട്ടുകളാണ്. നമ്മുടെ സമയം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു പാട്ടും കൂടി അവര് വെള്ളാട്ടിന്റെ ഒരു പാട്ടും കൂടി അവർ പാടും. ഒരു പാട്ട് ഇവരും കൂടി പാടിയതിനു ശേഷം നമ്മുടെ സെഷൻ ചോദ്യത്തിലേക്ക് കടക്കും. KS മല്ലപ്പേട്ടൻ ഒരു മലയാള പാട്ട് പാടാമല്ലോ, അദ്ദേഹം പാടും. ഈ വയനാട് എന്ന് പറഞ്ഞാൽ വയനാടിന്റെ പുറകിൽ ഒരു ചരിത്രമുണ്ട്. അത് പറയാതെ എനിക്കത് പാടാൻ കഴിയില്ല. കാരണം വെള്ളൂർക്കാവ് എന്ന ഒരു ദേശീയ ഉത്സവം നിങ്ങളൊക്കെ അവിടെ കേട്ടിട്ടുണ്ടാവും, അവിടെ പോയിട്ടുണ്ടാവും. ആ വെള്ളൂർക്കാവിൽ എൻ്റെ മുത്തശ്ശൻ, അത് കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛൻ, അത് ഞാൻ പോയിട്ടില്ല, എൻ്റെ അച്ഛനൊക്കെ അവിടെ പോയിട്ടുണ്ട്. വെള്ളൂർക്കാവ് വരുമ്പോഴത്തേക്ക് ഒരു ജമ്മിയുടെ വീട്ടിൽ പണിയെടുക്കാൻ ആ കാവ് അടുത്ത് വരുമ്പോഴത്തേക്ക് അയാളെ പിരിച്ചുവിടും. പിന്നെ അവിടുന്ന് പണം മേടിക്കാം, ഇല്ലെങ്കിൽ അയാള് വേറെ ആളെ നോക്കിയിട്ട് അയാളെ മേടിക്കാൻ പോകും. അപ്പോ പഴയ കാലത്ത് ഈ കാളകളെ നല്ല ശക്തിയോ ജീവനുള്ള കാളന്മാരെ നമ്മൾ മേടിച്ചിട്ട് വരും എന്ന് പറഞ്ഞാൽ ഓരോ കുടുംബത്തെയും ഓരോ ജമീന്മാര് വിലക്ക് വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു വെള്ളൂർക്കാവിൽ. അത് ഒരു 70 കാലഘട്ടത്തിലാണ് അത് അവസാനിച്ചത്. കാരണം എൻ്റെ അച്ഛനെ ഒരു ജമീൻ വാങ്ങിക്കൊണ്ട് പോയതാണ്. പിന്നെ അയാള് ഏകദേശം എല്ലും തോലാവുന്നവരെ പണിയെടുപ്പിച്ചു, പിന്നെ അവിടുന്ന് ഒഴിവാക്കി. അങ്ങനെയാണ് വയനാട്ടിലെ അടിയ പണിയ ഈ 2 വിഭാഗങ്ങളാണ് അടിമ പണി എടുപ്പിച്ചുകൊണ്ടിരുന്നത്. വെള്ളൂർക്കാവുന്ന ആ ഉത്സവത്തിൽ വെച്ചാണ് ഓരോ 5-6 കുടുംബങ്ങളെ ഓരോ മുതലാളിമാര് വാങ്ങിക്കൊണ്ട് പോകുന്നത്. അത് പണിയെടുപ്പിക്കും, അടുത്ത ഇഷ്ടമില്ലെങ്കിൽ പിരിച്ചുവിടും, അല്ലെങ്കിൽ അവിടെ തന്നെ നല്ല മര്യാദയൊക്കെ നിൽക്കാനാണെങ്കിൽ ജീവിതകാലം അവിടെ തന്നെ നിൽക്കും, പിന്നെ മാറ്റിക്കും. അപ്പോ അതിൽ നിന്ന് അവിടെ നിന്നൊക്കെ എടുത്ത് ചെറിയൊരു പാട്ട് ആക്കിയതാണ് അത് മലയാളത്തിൽ. കാരണം ഞങ്ങളുടെ ഭാഷ പാടി എല്ലാവർക്കും അത് ദഹിക്കില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് മലയാളമാക്കി. പതിവായി അത് മലയാള പാട്ടിന്റെ പതിവായി പവർണ്ണൻ എന്നുള്ള ആ ട്യൂണിലാണ് അത് പാടുന്നത്. പതിവായി വെള്ളൂർക്കാവിൽ അടിമപ്പണമേറ്റുവാങ്ങി
തമ്പ്രാന്റെ വേല ചെയ്യും അടിമയുവാവേ, തമ്പ്രാന്റെ വേല ചെയ്യും അടിമയുവാവേ. പൊരിയുന്ന വെയിലും പേറി ചൊരിയുന്ന മഴ കൂശാതെ പടുകണ്ടം കിളച്ചിടുന്ന കരിമാടിക്കുട്ട, പടുകണ്ടം കിളച്ചിടുന്ന കരിമാടിക്കുട്ട. പതിവായി വെള്ളൂർക്കാവിൽ അടിമപ്പണമേറ്റുവാങ്ങി തമ്പ്രാന്റെ വേല ചെയ്യും അടിമയുവാവേ, അടിമയുവാവേ. പൊരിയുന്ന വെയിലും പേറി ചൊരിയുന്ന മഴ കൂശാതെ പടുകണ്ടം കിളച്ചിടുന്ന കരിമാടിക്കുട്ട, കരിമാടിക്കുട്ട. വയലാകെ കതിരണിയിക്കും വയനാടൻ മകനെ, വയനാടൻ മകനെ. നമ്മുടെ സമയം ഇവിടെ കഴിയുകയാണ്. ഒരേ ഒരു പാട്ട്, ഒരു മിനിറ്റ് നേരം പോലും ഇല്ലാത്ത പാട്ട്, രാമാലങ്കിളി. നമ്മുടെ തുഞ്ചത്തെഴുത്തച്ഛനൊക്കെ കിളിയോട് പാടാൻ പറയുന്നത് കേട്ടു. ഞങ്ങൾ ജയിൽക്കുറുബനും അത്തരത്തില് കിളിയോട് പാടാൻ പറയാറുണ്ട്. രാമാലക്കിളി രാമാലേ, രാമാലക്കിളി രാമാലേ, അടക്കേ തോട്ടല് കൊണ്ടവളെ, അടക്കേ ഹോ കുയ്തവളെ. രാമാലക്കിളി രാമാലേ, രാമാലക്കിളി രാമാലേ, അടക്കേ തോട്ടല് കൊണ്ടവളെ, അടക്കേ കായ് കുയ്തവളെ. രാമാലക്കിളി രാമാലേ, രാമാലക്കിളി രാമാലേ. നമ്മുടെ സെഷൻ ഇവിടെ തീരൂല. ഇത് എത്ര നേരം വേണമെങ്കിലും നമുക്ക് സംസാരിക്കാം. പക്ഷെ നമ്മുടെ അനുവദിച്ച സമയം കഴിഞ്ഞു.